ചാലക്കുടിയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തി 10 ദിവസം പിന്നിട്ടിട്ടും ഇനിയും പുലിയെ പിടികൂടാനാകാതെ വനം വകുപ്പ്. കണ്ണമ്പുഴ ക്ഷേത്ര പരിസരത്താണ് ആദ്യം പുലിയെ കണ്ടെത്തിയത്. പിന്നീട് പലയിടത്തും പുലിയെ കണ്ടതായി അഭ്യൂഹമുണ്ട്. പുലിയുടെ സാന്നിധ്യം പലയിടത്തും വനം വകുപ്പ് സ്ഥിരീകരിച്ചു. ഡ്രോൺ പറത്തിയും ക്യാമറകൾ സ്ഥാപിച്ചും പുലിയെ കണ്ടെത്താൻ ശ്രമം തുടർന്നുവെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. തുടർച്ചയായുള്ള പുലിയുടെ സാന്നിധ്യം മൂലം പ്രദേശവാസികൾ ഭീതിയിലാണ്. അതേസമയം പ്രശ്നം ചർച്ച ചെയ്യാൻ ഇന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ജയൻ ചേരുന്നു. ജയൻ, പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും ഇതുവരെ പുലിയെ പിടികൂടാനായില്ല. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? സ്മിത, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന യോഗം അല്പം സമയം മുമ്പാണ് ചാലക്കുടി നഗരസഭയുടെ ടൗൺ ഹാളിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ ചാലക്കുടി വാഴച്ചാൽ DFOമാരും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ചാലക്കുടി മുനിസിപ്പൽ ചെയർമാനും അടക്കം ജനപ്രതിനിധികളും മറ്റ് ഉദ്യോഗസ്ഥരുമെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ തീരുമാനം ഇന്ന് അധികം വൈകാതെ ഒരു മണിക്കൂറിനുള്ളിൽ മറ്റേതിന്റെ യോഗത്തിന്റെ തീരുമാനങ്ങൾ അറിയിക്കാമെന്നാണ് ജില്ലാ കളക്ടർ നമ്മളോട് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വിവരം. എന്തു തന്നെയായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിൽ എന്ത് തീരുമാനം എടുത്താലും ജനങ്ങളെ സംബന്ധിച്ച് ആശങ്ക അകറ്റുമോ എന്ന കാര്യത്തിൽ ഇനിയും സംശയമാണ്. കാരണം ഇത്ര ദിവസം പിന്നിട്ടിട്ടും ഈ പുലിയെ പിടികൂടാനോ അതുപോലെ ജനങ്ങളുടെ ആശങ്ക ശമിപ്പിക്കാനോ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കാരണം പുലി ചാലക്കുടി പുഴ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പുലി സഞ്ചരിക്കുന്നത്. ചാലക്കുടി പുഴയുടെ വലതുകര ഭാഗത്ത് ചാലക്കുടി DFOന്റെ പരിധിയും ഇടതുകര ഭാഗത്ത് വാഴച്ചാൽ DFOന്റെ പരിധിയിലുമാണ്. ഈ പുലിയെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ടു എന്ന് പറയപ്പെടുന്നത് ഇരുകരകളിലും പുലിയെ കണ്ടതായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 DFOമാരുടെ നേതൃത്വത്തിലും ശക്തമായ നിരീക്ഷണവും അതുപോലെ RRT ടീമിനെ ഉപയോഗിച്ചുള്ള ഇതിന്റെ പ്രതിരോധ പ്രവർത്തനം എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയും ഇതിന്റെ ഒരു സ്ഥിര സാന്നിധ്യം എന്ന നിലയിൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നേരത്തെ മന്ത്രി K രാജൻ തൃശൂർ രാമനിലയത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു ജനകീയ പ്രതിരോധ പ്രവർത്തനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് വനംവകുപ്പിനെ സംബന്ധിച്ച് അതൊരു തീരുമാനമെടുക്കാൻ യുക്തമായ കാര്യമല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു നീക്കം നടന്നാൽ ഈ പുലി മറ്റ് മാള ഭാഗത്തേക്ക് അതുപോലെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ സ്വീകരിച്ച ഈ നടപടികളെല്ലാം പാഴ്വേലയായി പോകുമെന്ന സംശയമാണ് വനംവകുപ്പിനെ ഇത് സംബന്ധിച്ചുള്ളത്.